ഭാര്യയുടെ അമ്മേനെ കല്യാണം കഴിച്ചു. ഇത് പ്രണയമാണോ, കാമമാണോ, അവിഹിതമാണോ? ഡാർക്ക് സൈക്കോളജി പ്രകാരം ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ടല്ല തുടങ്ങുന്നത്. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് കഴപ്പം കൊണ്ടല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. ഇമോഷണൽ റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ തന്റെ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന ഇമോഷണൽ സപ്പോർട്ട്, അവനെ ക്യാരി ചെയ്യാനുള്ള ഒരു സപ്പോർട്ട്, അവനെ ആശ്വസിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ട്, അത് ഇല്ലാതാവുമ്പോൾ അത് എവിടെ കിട്ടണോ അവിടേക്ക് അവൻ ചായും. സ്ത്രീകളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ദിവസം നിങ്ങൾ രാവിലെ എണീച്ചപ്പോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അമ്മയുടെ കൂടെ കിടക്കുകയാണ്, നിങ്ങൾക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നിരിക്കുന്നത്. എല്ലാവരും ഒരേ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇത് എങ്ങനെ സാധിച്ചു എന്നത്. പക്ഷെ ഞാൻ ചോദിക്കണ വേറൊരു കാര്യമാണ്, ഇത് എപ്പോഴാണ് തുടങ്ങിയത്? അവരെന്നെ പറഞ്ഞു 4 വർഷമായിട്ട് പ്രണയത്തിലാണ് എന്നുള്ളത്. ഇപ്പൊ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു. ആദ്യമൊക്കെ നല്ല മനോഹരമായിരിക്കും, ആട്ടവും പാട്ടവും നൈറ്റ് ലൈഫും ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. പതിയെ പതിയെ ജോലി, ബില്ല്, EMI, പരാതികള്, സംശയം, ഇതെല്ലാം ജനിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഉണ്ടാവും. അത് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഭാര്യയുടെ അമ്മയായി. ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് ഭാര്യയുടെ അമ്മ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു. ഭാര്യയുടെ അമ്മ അവനെ കുറ്റപ്പെടുത്തുന്നില്ല, അവനെ മനസ്സിലാക്കുന്നു, അവന്റെ വിഷമങ്ങൾ കേൾക്കുന്നു. ഈ വിഷമമൊക്കെ കേട്ടിട്ട് നിന്റെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഭാര്യയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു പുരുഷന് സെക്യൂരിറ്റി തോന്നും. ഒരു മനുഷ്യൻ സ്നേഹത്തെക്കാട്ടിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? വാലിഡേഷൻ. ആരൊക്കെ എന്നെ വിലമതിക്കുന്നു, ഇത് അവൻ സെർച്ച് ചെയ്തും കൊണ്ടേയിരിക്കും. ഇവിടെ ബ്രെയിൻ ഒരു തെറ്റിദ്ധാരണ നടത്തുന്നുണ്ട്. കംഫർട്ട്, പ്രണയമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രണയവും ആത്മബന്ധമാണ് എന്ന് പുരുഷൻ വിചാരിക്കും. അവിടെ ഒരു സ്ത്രീ ആണെങ്കിലോ, ഭാര്യയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കുറച്ച് വയസ്സായ സ്ത്രീയാണ്, അവർ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അതായത് ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. സ്വന്തം വീട്ടിൽ മകളും ഭർത്താവും നല്ല ഒന്നിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സും സംസാരിച്ച് തുടങ്ങും, എനിക്ക് ആരുമില്ലാലോ എന്നുള്ളത്. സ്വന്തം മരുമകനെ ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ അവർക്കും ആ ഏകാന്തത ഇല്ലാതാവുന്നതായിട്ട് തോന്നുന്നുണ്ടാവും. ഇതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നല്ല, നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടോ അതെല്ലാം പ്രത്യേകതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. ഇപ്പൊ ഏജ് ഗ്യാപ്പ് റൊമാൻസ് കുറച്ചു കാലം മുമ്പ് വരെ അത് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. അതായത് പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നത് കുറച്ച് സോഷ്യൽ മീഡിയയിൽ അത് കോമൺ ആയിട്ടാണ് കാണിക്കുന്നത്. നിത്യജീവിതത്തിൽ അത് കോമൺ ആണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതിന് അത്രയ്ക്ക് റെസ്ട്രിക്ഷൻ ഇപ്പൊ ഇല്ല. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ ഉള്ള കാര്യത്തിന് കൗതുകം ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് കൂടും. ഈ പ്രത്യേകതയൊക്കെ ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ഭാര്യയുടെ കുറവ് മാത്രമേ അവൻ കാണാൻ തുടങ്ങുള്ളൂ. അമ്മായിയമ്മയുടെ നല്ലത് മാത്രം അവൻ കാണാൻ തുടങ്ങും. അമ്മായിയമ്മയുടെ ചീത്ത ഭാഗങ്ങളൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് തലച്ചോറ് കളയുകയും ചെയ്യും. കറക്റ്റ് 1 വർഷം മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. നോർമ എന്നാണ് സിനിമയുടെ പേര്. അത്യാവശ്യം സൗത്ത് ഏഷ്യയിൽ നല്ല ഹിറ്റും ആയിരുന്നു. ഈ സിനിമയിൽ എന്താ കഥ വെച്ചാൽ, കല്യാണം കഴിഞ്ഞു, ഭാര്യയായിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാത നിമിഷത്തില് ഭാര്യയുടെ അമ്മയോട് സ്നേഹം തോന്നുന്നു, അമ്മായിയമ്മയ്ക്ക് മരുമകനോട് ഇഷ്ടം വരുന്നു, വീട്ടുകാരെ അറിയുന്നു, സൊസൈറ്റി അറിയുന്നു. ലാസ്റ്റ് സൊസൈറ്റി ആ അമ്മായിയമ്മയും മരുമകനെയും തല്ലുന്നു, എന്നിട്ട് പോലീസായി അറസ്റ്റായി. മൊത്തത്തിലൊരു ദുരന്ത കഥയാണ് അത്. ഈ സിനിമയിൽ മെയിനായിട്ട് കുടുംബത്തിനുള്ളിലെ ഒരു വിശ്വാസം എങ്ങനെ തകരുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കഥകൾ ആളുകളെ ശരിക്കും പറഞ്ഞ് ഞെട്ടിക്കുന്നത്. ശത്രു വീട്ടിൽ നിന്ന് പുറത്തല്ല, ശത്രു എപ്പോഴും വീട്ടിന് അകത്തായിരിക്കും. എന്തോ ഭാഗ്യം, ഇവിടെ എന്തായാലും അവരെ തല്ലിക്കൊന്നില്ല. യഥാർത്ഥ പ്രണയം ശരിക്കും വെളിച്ചത്തിൽ വരും. ഇങ്ങനത്തെ പ്രണയം സാധാരണ ഇരുട്ടിലാണ് വളരുന്നത്, രഹസ്യങ്ങളിൽ, ഒളിപ്പിക്കുന്നതിൽ, ന്യായീകരണങ്ങളിൽ. അതുകൊണ്ട് ഒരു പുരുഷൻ ഭാര്യയുടെ അമ്മയായിട്ട് ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തെ തീരുമാനമൊന്നും ആയിരിക്കില്ല. 100 കണക്കിന് ചെറിയ സംഭവങ്ങൾ, 100 കണക്കിന് ചെറിയ ചെറിയ വികാരങ്ങൾ, കേൾക്കപ്പെടുന്നതിന്റെ അനുഭവം, നിരോധിത്വത്തിന്റെ ആവേശം, മറ്റൊരാളെ പരിപൂർണമായിട്ടുള്ള ഒരാളാണെന്ന് കാണുന്ന തലച്ചോറിന്റെ ഒരു തെറ്റ്. കാരണം ചില അപകടകരമായിട്ടുള്ള പ്രണയം തുടങ്ങുന്നത് കിടപ്പുമുറിയിൽ വെച്ചിട്ടല്ല, അവരുടെ ഡ്രോയിങ് റൂമിലായിരിക്കും.